ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 9ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ടാണ്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. നമ്മൾ ഇതിൽ നോക്കുന്നത് ദ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്, ദ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ്. ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ആദ്യം കാണണം. പെയിൻറ്റിംഗ് ഫോർ പാട്രൺസ്, ദ ട്രഡീഷൻ ഓഫ് മിനിയേച്ചേഴ്സ്. മിനിയേച്ചർ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫോട്ടോകൾ, മിനിയേച്ചേഴ്സ്, വലിയ കാര്യങ്ങളുടെ ചെറിയ രൂപത്തിൽ പെയിൻറ്റ് ചെയ്ത് വയ്ക്കുന്ന അതിനെ മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എന്താണ്. Another tradition that developed in different ways was that of miniature painting. മറ്റൊരു ട്രഡീഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞാൽ പല രീതിയിലായിട്ട് ഡെവലപ്പ് ചെയ്തു, ഡിഫറെൻറ്റ് വേയ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്ന മറ്റൊരു ട്രഡീഷനാണ് മിനിയേച്ചർ പെയിൻറ്റിങ്. മിനിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ് ദെയർ വെരി നെയിം സജസ്റ്റ്, അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ പേരിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത്. സ്മോൾ സൈസ്ഡ് പെയിൻറ്റിങ്സ്, ചെറിയ സൈസുള്ള ചെറിയ പെയിൻറ്റിങ്സ് ആണ് ഈ മിനിയേച്ചർ പെയിൻറ്റിങ്. ജനറലി ഡൺ ഇൻ വാട്ടർ കളർ ഓൺ ക്ലോത്ത് ഓർ പേപ്പർ. വാട്ടർ കളറിൽ ചെയ്യുന്ന പെയിൻറ്റിങ്ങുകളാണ് എവിടെയാണ് ചെയ്യുന്നത്? തുണിയിലോ അതല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ ചെയ്യുന്ന ചെറിയ സൈസുള്ള പെയിൻറ്റിങ്സ് ആണ് മിനിയേച്ചർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ദ ഏർലിയസ്റ്റ് മിനിയേച്ചേഴ്സ് വേർ ഓൺ പാം ലീവ്സ് ഓർ വുഡ്. ഏർലിയസ്റ്റ് മിനിയേച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് മുമ്പുള്ള പഴയ കാലത്തുള്ള മിനിയേച്ചേഴ്സ് എന്ന് പറയുന്നത് പാം ലീവ്സ്, ഇത് പനയിലകളിലും അതുപോലെ തന്നെ വുഡിലും. വുഡ് എന്ന് പറയുന്നത് മരക്കഷ്ണത്തിലൊക്കെയാണ് ചെയ്തിരുന്നത്. സം മിനിയേച്ചേഴ്സ് വെയർ ഓൺ പാം ലീവ്സ് ഓർ വുഡ് നമ്മൾ നോക്കി. സം ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് ദീസ് ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഇന്ത്യ were used to illustrate Jaina text. അപ്പോൾ സം ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് ദീസ്, ഇതിലെ വളരെ മനോഹരമായ കുറച്ച് മിനിയേച്ചേഴ്സ് എവിടെ കണ്ടിരിക്കുന്നത്? അത് കണ്ടിട്ടുള്ളത് വെസ്റ്റേൺ ഇന്ത്യയിൽ. വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, ആ ഭാഗം. വെർ യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ജൈന ടെക്സ്റ്റ്. ജൈനമതക്കാരുടെ ടെക്സ്റ്റുകൾ, ജൈനമതക്കാരെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത്. The Mughal emperors Akbar, Jahangir and Shah Jahan patronized highly skilled painters who primarily illustrated manuscripts containing historical accounts and poetry. അപ്പോൾ ഈ മുഗൾ എംപറേഴ്സായ അക്ബറും ജഹാംഗീറും ഷാജഹാനും ഒക്കെ ഹൈലി സ്കിൽഡ് പെയിൻറ്റേഴ്സിനെ അവരുടെ കൂടെ വെച്ചിരുന്നു, അവർ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. who primarily illustrated manuscripts containing historical accounts and poetry. ഹിസ്റ്ററിയുടെ കുറേ കാര്യങ്ങളും ഹിസ്റ്ററിക്കൽ അക്കൗണ്ട്സും അവരെന്തൊക്കെ ചെയ്തു, എപ്പോഴൊക്കെ തോറ്റു, എപ്പോഴൊക്കെ ജയിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ പോയട്രി എന്ന് പറഞ്ഞാൽ കവിതകളും അതൊക്കെ എഴുതി സൂക്ഷിക്കാനാണ് ഇങ്ങനെ സ്കിൽഡ് പെയിൻറ്റേഴ്സ് അവരെ ഈ ഷാജഹാനും ഈ അക്ബറും ജഹാംഗീറും ഒക്കെ അവരുടെ കൂടെ നിർത്തിയിരുന്നത്, അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. ദീസ് വർ ജനറലി പെയിൻറ്റഡ് ഓൺ ബ്രില്യൻറ്റ് കളേഴ്സ് ആൻഡ് പോർട്രേഡ് കോർട്ട് സീൻസ് ഓഫ് ദ ബാറ്റിൽ ഓർ ഹണ്ടിങ് ഓർ അതർ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ ഇതിൽ ഒക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നത് ദീസ് ജനറലി പെയിൻറ്റഡ് ഇൻ ബ്രില്യൻറ്റ് കളേഴ്സ്, വളരെ നല്ല ബ്രൈറ്റ് കളേഴ്സിൽ പെയിൻറ്റ് ചെയ്തിരുന്നു. ആൻഡ് പോർട്രേഡ് കോർട്ട് സീൻസ് ആണ് അവരുടെ രാജാവിൻ്റെ സഭയിലെ സീനുകൾ, അല്ലെങ്കിൽ സീൻസ് ഓഫ് ദ ബാറ്റിൽ, യുദ്ധം ചെയ്യുന്നതിൻ്റെ സീൻസ്, അല്ലെങ്കിൽ ഹണ്ടിങ്, വേട്ടയാടുന്നതിൻ്റെ സീനുകൾ, അല്ലെങ്കിൽ അതർ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്, മറ്റ് പല സോഷ്യൽ ലൈഫിൽ ഇപ്പോൾ വേറെ പല ആസ്പെക്ട്സുകളും അതൊക്കെയാണ് അവർ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ദേ വർ ഓഫൻ എക്സ്ചേഞ്ച്ഡ് ആസ് ഗിഫ്റ്റ്സ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങുകൾ അവർ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായിട്ട് കൊടുക്കും. ആൻഡ് വെർ വ്യൂഡ് ഓൺലി ബൈ ആൻ എക്സ്ക്ലൂസീവ് ഫ്യൂ. കുറച്ച് പേര് മാത്രം ആ പെയിൻറ്റിങ്ങുകൾ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ദ എംപറർ ആൻഡ് ഹിസ് ക്ലോസ് അസോസിയേറ്റ്സ്. ആ എംപററിനും
അതിൻ്റെ കൂടെയുള്ള വളരെ അടുപ്പമുള്ള ആൾക്കാർക്ക് മാത്രം ആ പെയിൻറ്റിങ്ങുകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഒരു അക്ബർ റെസ്റ്റിംഗ് ഡ്യൂറിങ് എ ഹണ്ട്. വേട്ടയാടുന്നതിൻ്റെ ഇടയിൽ അക്ബർ റെസ്റ്റ് ചെയ്യുന്ന മുഗൾ മിനിയേച്ചറാണിത്. മുഗൾസിലെ അക്ബറിൻ്റെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അക്ബർ റെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പടം ഒരു മിനിയേച്ചറായിട്ട് വരച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. വിത്ത് എ ഡിക്ലൈൻ ഓഫ് ദ മുഗൾ എംപയർ ഡിക്ലൈനായി അല്ലെങ്കിൽ ക്ഷയിച്ചു കൊണ്ടിരുന്നു. അവരുടെ പവർ കുറഞ്ഞുകൊണ്ട് വന്നപ്പോൾ മെനി പെയിൻറ്റേഴ്സ് മൂവ്ഡ് ഔട്ട് ടു ദ കോർട്സ് ഓഫ് ദി എമേർജിങ് റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ റീജിയൻസിലുള്ള എമേർജ് ഡെവലപ്പ് ചെയ്തു വരുന്ന ഓരോരോ പവേഴ്സ്, ചോളാസ്, ചേരാസ്, അങ്ങനെ പല രാജ്പൂത്ത്, അങ്ങനെയുള്ള പല പല റീജിയൻസും. മുഗൾസ് ക്ഷയിച്ചപ്പോൾ മുഗൾസ് തോറ്റു തുടങ്ങിയപ്പോൾ റീജിയണൽ പവേഴ്സ് അവർ പവറിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പെയിൻറ്റേഴ്സും മുഗൾസിനെ വിട്ട് മറ്റുള്ള രാജാക്കന്മാരുടെ കൂടെ കൂടാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് മുഗൾ ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ റീജിയണൽ കോഡ്സ് ഓഫ് ദ ഡക്കാൻ ആൻഡ് രാജ്പൂത്ത് കോഡ്സ് ഓഫ് രാജസ്ഥാൻ. ഡക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയും മധ്യപ്രദേശിൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെയുള്ള ആ സ്ഥലമാണ് ഡക്കാൻ, സെൻട്രൽ ഇന്ത്യയുടെ പാർട്ടിൽ ഡക്കാൻ. അതുപോലെ തന്നെ രാജ്പൂത്ത് എന്ന് പറയുന്നത് രാജസ്ഥാനെ ഉള്ള റൂളേഴ്സായിരുന്നു. അപ്പോൾ ഇവരുടെ പെയിൻറ്റിങ്ങുകളിലും മുഗൾ ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, മുഗൾ ആർട്ടിൻ്റെ ആ ഫോംസ്, അതിൻ്റെ ആ രീതികളെല്ലാം ഈ രാജ്പൂത്ത് കോർട്ടിലും ഡക്കാനിലെ കോർട്ടിലും അവരുടെ സഭകളിലും ഒക്കെ അവരുടെ റീജിയണൽ കോർട്സിലെല്ലാം കാണാൻ തുടങ്ങി. എന്തായിരുന്നു പെയിൻറ്റേഴ്സ് നേരത്തെ അവർ മുഗൾ എംപററിൻ്റെ പെയിൻറ്റിങ്ങുകൾ വരച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് റീജിയണൽ സ്റ്റേറ്റ്സിലോട്ട് മാറിയപ്പോൾ ഓരോരോ രാജാവിൻ്റെ കീഴിൽ അവർ ജോലി ചെയ്തപ്പോൾ ആ പെയിൻറ്റിങ്ങുകളിൽ മുഗൾ ആർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം അവരുടെ ടേസ്റ്റുകളെല്ലാം ഇതിലും വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ റീറ്റെയിൻഡ് ആൻഡ് ഡെവലപ്ഡ് ദെയർ ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ മുഗൾസിൻ്റെ മൊത്തമായിട്ടുള്ള ആർട്ട് ഫോം അല്ല ഇതിൽ കണ്ടത്. ആർട്ടല്ല അവർ പുതിയതായി ഓരോ സ്റ്റേറ്റിൽ ചെന്ന് അവിടുത്തെ രാജാവിന് വേണ്ടി ജോലി ചെയ്തപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ പെയിൻറ്റിങ്ങുകൾ വരച്ചപ്പോൾ മുഗൾസിൻ്റെ മാത്രമല്ല വന്നത്, പക്ഷേ ദേ റീറ്റെയിൻഡ് ആൻഡ് ഡെവലപ്ഡ് ദെയർ ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ സമയം തന്നെ അവരുടേതായ ഡിസ്റ്റിങ്ക്റ്റീവ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അവർ റീറ്റെയിൻ ചെയ്തിരുന്നു, നിലനിർത്തിയിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള സവിശേഷതകൾ ഡെവലപ്പ് ചെയ്തിരുന്നു. പോർട്രേറ്റ്സ് ഓഫ് റൂളേഴ്സ് ആൻഡ് ദ കോർട്ട് സീൻസ് കെയിം ടു ബി പെയിൻറ്റഡ് ഫോളോയിങ് ദ മുഗൾ എക്സാമ്പിൾ. ഇപ്പോൾ പോർട്രേറ്റ്സ് ഓഫ് റൂളേഴ്സിൻ്റെ പോർട്രേറ്റ്സും പടങ്ങളും കോർട്ടിലെ സീനുകളും കെയിം ടു ബി പെയിൻറ്റഡ് ഫോളോയിങ് ദ മുഗൾ എക്സാമ്പിൾ. മുഗൾസ് ചെയ്തിരുന്ന പോലെ തന്നെ മറ്റ് രാജാക്കന്മാരും അവരുടെ പോർട്രേറ്റ്സും അവരുടെ പടങ്ങളും അതുപോലെ തന്നെ കോർട്ടിലെ സീനുകളൊക്കെ വരപ്പിക്കാൻ തുടങ്ങി. ബിസൈഡ്സ് തീംസ് ഫ്രോം ദ മിഥോളജി ആൻഡ് പോയട്രി വെർ depicted at centers such as Mewar, ജോധ്പൂർ, ബുന്ദി, കോട്ട, കിഷൻഗഡ്. അപ്പോൾ അതുകൂടാതെ എന്തൊക്കെയായിരുന്നു? തീംസ് ഫ്രം മിഥോളജി, ഐതിഹ്യങ്ങളിലെ തീംസും, പിന്നെ പോയട്രി, കവിതകളിലെ തീമുകളും അതുപോലും പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഡെപ്പിക്റ്റഡ് അറ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് മേവാറിലും ജോധ്പൂരിലും ബുന്ദിയിലും കോട്ടയിലും, ഓൾമോസ്റ്റ് ഇതെല്ലാം രാജസ്ഥാനിലെ സ്ഥലങ്ങളാണ്. കിഷൻഗഡിലുമൊക്കെ ഈ ഐതിഹ്യങ്ങളിലെയും പോയട്രിയിലെയും ഒക്കെ സീനുകളും തീംസും ഒക്കെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് മഹാറാണ റാം സിംഗ് സെക്കൻഡ് പ്ലേയിങ് ഹോലി, രാജ്പൂത്ത് മിനിയേച്ചർ, കോട്ട എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ രാജ്പൂത്ത്കാരുടെ ഒരു മിനിയേച്ചറാണ് ഇത്, അവരുടെ ഒരു സീനാണ്. ഹോലി സെലിബ്രേറ്റ് ചെയ്യുന്നത് മഹാറാണ റാം സിംഗ് സെക്കൻഡ്
ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മിനിയേച്ചറാണ് ഇവിടെ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. Another region that attracted miniature paintings was the Himalayan foothills around the modern day state of Himachal Pradesh. വേറൊരു റീജിയൻ, ഇപ്പോൾ രാജസ്ഥാനിലെ ആ രാജ്പൂത്ത് റീജിയണിൽ ഈ മിനിയേച്ചർ പെയിൻറ്റിങ് ഡെവലപ്പ് ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നോക്കി. അനദർ റീജിയൻ ദാറ്റ് അട്രാക്റ്റഡ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് അട്രാക്റ്റ് ചെയ്ത വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയൻ ഫുട് ഹിൽസ്, ഹിമാലയാസിൻ്റെ ഫുട് ഹിൽസായ അറൗണ്ട് ദ മോഡേൺ ഡേ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്, ഇപ്പോഴുള്ള ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗത്താണ് പിന്നെ ഈ മിനിയേച്ചർ പെയിൻറ്റിങ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തത്. ബൈ ദ ലേറ്റ് 17th century, this region had developed a bold and intense style of miniature painting called ബസോലി. ബസോലി എന്ന ഒരു മിനിയേച്ചർ പെയിൻറ്റിങ് ഇവിടെ ബോൾഡായതും ഇൻറ്റൻസ് ആയ ഒരു സ്റ്റൈലായിരുന്നു മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ. അത് ഈ ഹിമാചൽ പ്രദേശിൽ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്? ലേറ്റ് 17th century അവസാനമായപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് മിനിയേച്ചർ പെയിൻറ്റിങ്, ഇങ്ങനെ ഒരു പ്രത്യേക തരം മിനിയേച്ചർ പെയിൻറ്റിങ് അവിടെ ഡെവലപ്പ് ചെയ്തു. ആ മിനിയേച്ചർ പെയിൻറ്റിങ് സ്റ്റൈലിൻ്റെ പേരാണ് ബസോലി. The most popular text to be painted here was Bhanudatta's Rasamanjari. ഭാനുദത്തയുടെ രസമഞ്ജരി അതായിരുന്നു മോസ്റ്റ് പോപ്പുലർ ടെക്സ്റ്റ് ടു ബി പെയിൻറ്റഡ്, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പെയിൻറ്റിങ്. നാദിർ ഷാൻ്റെ ഇൻവേഷനും നാദിർ ഷാൻ്റെ മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കലും ആൻഡ് ദ കോൺക്വസ്റ്റ് ഓഫ് ഡൽഹി ഇൻ 1739 റിസൾട്ടൻ നാദിർ ഷാസ് ഇൻവേഷൻ ആൻഡ് ദ കോൺക്വസ്റ്റ് ഓഫ് ഡൽഹി പിടിച്ചടക്കിയത് 1739 നാദിർ ഷാ ഡൽഹി ഇൻവേഡ് ചെയ്തു. ആൻഡ് റിസൾട്ടഡ് ഇൻ ദ മൈഗ്രേഷൻ ഓഫ് മുഗൾ ആർട്ടിസ്റ്റ് ടു ദ ഹിൽസ് ടു എസ്കേപ്പ് അൺസർട്ടേണിറ്റീസ് ഓഫ് ദ പ്ലെയിൻസ് എന്ന് പറയുന്നത് സമതലമുള്ള, അതായത് മലകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഈ രാജസ്ഥാൻ, UP, ഡൽഹി ഈ ഭാഗത്തൊക്കെയാണ് പണ്ട് ഒരുപാട് ബാറ്റിലുകളും പിടിച്ചടക്കലുകളും യുദ്ധങ്ങളും ഒക്കെ നടന്നത്. അപ്പോൾ ഈ പ്ലെയിൻസിൽ നടക്കുന്ന ഈ അൺസർട്ടനിറ്റീസ്, ഈ യുദ്ധങ്ങളെ പിടിച്ചടക്കലും അങ്ങനെയുള്ളത് ഈ ബാറ്റിലും എല്ലാം, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് ഈ നാദിർ ഷാ ഡൽഹിയെ 1739 പിടിച്ചെടുത്തപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള ഈ മുഗൾ ആർട്ടിസ്റ്റൊക്കെ എന്ത് ചെയ്തു? ഹിൽസിലോട്ട്, ഹിമാചൽ പ്രദേശ് എല്ലാം ഹില്ലി സ്റ്റേറ്റ്സ് ആണ്, മലകൾ നിറഞ്ഞ ഹിമാലയത്തിൻ്റെ മലനിരകളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു, അങ്ങോട്ട് താമസം മാറ്റി. ഹിയർ നമുക്ക് നോക്കാം ഹിമാചൽ പ്രദേശ് എവിടെയാണ്. ഇന്ത്യയുടെ മാപ്പിൽ ഇതാണ് ഹിമാചൽ പ്രദേശ്, ഇവിടെയാണ് ഡൽഹിയിൽ നിന്ന് മലനിരകളിലോട്ട് അവർ പലായനം ചെയ്തു, അവരങ്ങോട്ട് മാറി ഈ മുഗൾ ആർട്ടിസ്റ്റുകളെല്ലാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ചമ്പ എന്ന ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സ്പീറ്റി എന്ന ഡിസ്ട്രിക്റ്റ് ഉണ്ട്, കാങ്കഡ എന്ന ഡിസ്ട്രിക്റ്റ് ഉണ്ട്, കുല്ലു, മണ്ഡി, ഹമീർപൂർ, ഊന, ബിലാസ്പൂർ, സോലൻ, സിർമൗർ, ഷിംല, കിന്നോർ, ഇങ്ങനെ പല ഡിസ്ട്രിക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാങ്കഡയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ബേസിക്കലി ഈ ആർട്ട് ഫോം എല്ലാം ഡെവലപ്പ് ചെയ്തത്, കാങ്കഡ സ്കൂൾ ഓഫ് പെയിൻറ്റിങ് എല്ലാം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഹിമാചൽ പ്രദേശ്, ഹില്ലി സ്റ്റേറ്റ് ആണ്, ചൈനയോട് ചേർന്ന് കിടക്കുന്ന, ഈ ഭാഗത്ത് ചൈനയോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റാണ്. മുകളിലേക്ക് ജമ്മു കാശ്മീരുമായിട്ട് തൊട്ട് കിടക്കുന്നതും താഴെ ഡൽഹിയും ഉത്തരാഖണ്ഡുമായിട്ട് ഇവിടെ ഉത്തരാഖണ്ഡുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റാണത് ഹിമാചൽ പ്രദേശ്. They found ready patrons which led to founding of the Kangra School of Painting. Kangra School of Painting അവിടെ ഡെവലപ്പ് ചെയ്തു ഈ മുഗൾ പെയിൻറ്റേഴ്സ്. By the mid-18th century, Kangra artists developed a style which breathed a new spirit into the miniature painting. ഈ Kangra artists developed a style which breathed a new spirit into the miniature painting. അവിടെ കാങ്ക്ര ആർട്ടിസ്റ്റുകൾ
ഒരു പുതിയ ഫോം, ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കി അത് ഈ മിനിയേച്ചർ പെയിൻറ്റിങ്ങിൽ ഒരു പുതിയ ആത്മാവ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പുതിയ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ വാസ് വൈഷ്ണവൈറ്റ് ട്രഡീഷൻസ്. വൈഷ്ണവ ട്രഡീഷനായിരുന്നു അവരുടെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. സോഫ്റ്റ് കളേഴ്സ് ഇൻക്ലൂഡിങ്, നമുക്കിത് നോക്കാം. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, കൃഷ്ണ, രാധ ആൻഡ് ഹെർ കമ്പാനിയൻ. കൃഷ്ണനും രാധയുടെ കമ്പാനിയനും. ഇതൊരു കാങ്കട ഡിസ്ട്രിക്റ്റ്, ഹിമാചൽ പ്രദേശിലെ കാങ്കടയിലെ ഒരു പഹാടി മിനിയേച്ചറാണ്. പഹാരി എന്നാണ് എഴുതിയിരിക്കുന്നത്, പഹാടി എന്നാണ്. പഹാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് പഹാടി എന്ന് പറയുന്നത്. അപ്പോൾ പഹാടി മിനിയേച്ചർ ഈ ഹിമാചലിലെ ഒരു മിനിയേച്ചർ പെയിൻറ്റിംഗ് ആണ് കാങ്കടയിലെ ഒരു മിനിയേച്ചർ പെയിൻറ്റിംഗ്. കൃഷ്ണനും രാധയുടെ കൂട്ടുകാരിയുള്ളത്. വൈഷ്ണവൈറ്റ് ട്രഡീഷൻ. സോഫ്റ്റ് കളേഴ്സ് ഇൻക്ലൂഡിങ് കൂൾ ബ്ലൂസ് ആൻഡ് ഗ്രീൻസ് ആൻഡ് എ ലിറിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീംസ് ഡിസ്റ്റിങ്വിഷ്ഡ് കാങ്കട പെയിൻറ്റിംഗ്. കാങ്കട പെയിൻറ്റിങ്ങിൻ്റെ സവിശേഷത എന്തായിരുന്നു? സോഫ്റ്റ് കളേഴ്സ്, വളരെ സോഫ്റ്റായിട്ട് കളേഴ്സ്, ബ്ലൂ കളർ, ഗ്രീൻ കളർ, അതുപോലെ തന്നെ ലിറിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് തീംസ്, ലിറിക്സൊക്കെ ഉണ്ടാവും. അതായിരുന്നു കാങ്കട പെയിൻറ്റിങ്ങിൻ്റെ ഒരു വ്യത്യാസം, സ്പെഷ്യാലിറ്റി. റിമെമ്പർ ദാറ്റ് ഓർഡിനറി വിമൻ ആൻഡ് മെൻ പെയിൻറ്റഡ് ആസ് വെൽ ഓൺ പോട്ടുകളിൽ, പിന്നെ വാൾസിൽ, ചുമരുകളിൽ, ഫ്ലോർസ്, നിലത്ത്, ക്ലോത്ത്, തുണികളിലെല്ലാം അവിടുത്തെ ഓർഡിനറി ആൾക്കാരെ കുറിച്ചെല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് ആർട്ട് ദാറ്റ് ഹാവ് ഒക്കേഷണലി സർവൈവ്ഡ് എന്ന് പറഞ്ഞാൽ അത് അധികം നാൾ നീണ്ടു നിൽക്കുന്ന പെയിൻറ്റിങ്ങുകളായിരുന്നില്ല. അൺലൈക്ക് ദ മിനിയേച്ചേഴ്സ് ദാറ്റ് വർ കെയർഫുള്ളി പ്രിസർവ്ഡ് ഇൻ പാലസസ് ഫോർ സെഞ്ച്വറീസ്. ഈ മിനിയേച്ചർ പെയിൻറ്റിങ്സ് എല്ലാം പാലസസിൽ ഒരുപാട് സെഞ്ച്വറികളോളം സൂക്ഷിച്ചു വെച്ച സാധനങ്ങളായിരുന്നു. പക്ഷേ ഈ പാത്രങ്ങളിലും ചുമരിലും താഴെ നിലത്തും തുണികളിലും ഉണ്ടാക്കിയ അതൊന്നും അധികം കാലം നീണ്ടു നിന്നില്ല. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗാളിനെ കുറിച്ചാണ്. ഇവിടെയാണ് ബംഗാൾ. പണ്ടിത് മൊത്തം ബംഗാളായിരുന്നു. പിന്നെയാണ് വെസ്റ്റ് ബംഗാൾ, ഈ ഭാഗം വെസ്റ്റ് ബംഗാളായി മാറി. ഇപ്പോഴുള്ള ഇന്ത്യയുടെ കൂടെയുള്ള വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, ഈ ഭാഗത്തുള്ള ഇവിടെയാണ് ബംഗ്ലാദേശായി മാറിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, അല്ലെങ്കിൽ അതിന് ഒരു ദിവസം മുമ്പ്, അതിന് ശേഷം തന്നെ ഡിവൈഡ് ചെയ്ത, ആദ്യം ഇതിനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഈസ്റ്റ് പാകിസ്ഥാൻ, ഇപ്പോഴുള്ളത് വെസ്റ്റ് പാകിസ്ഥാനായിരുന്നു. പിന്നെ ഇത് മൊത്തം പാകിസ്ഥാനായി മാറി. പിന്നെ ഇത് ഇൻഡിപെൻഡൻ്റായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശായി മാറി. അപ്പോൾ ഇത് മൊത്തം പണ്ട് ബംഗാൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ബംഗാളിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എ ക്ലോസർ ലുക്ക് ബംഗാളിനെ കുറിച്ച്. ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് വി സോ അറ്റ് ദ ഔട്ട്സെറ്റ്, വി ഓഫൻ ടെൻഡ് ടു ഐഡൻറ്റിഫൈ റീജിയൻസ് ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ. അവിടെ ഏത് സ്ഥലത്ത് ആണോ ആ സ്ഥലത്തെ ഭാഷ, എന്ത് ഭാഷയാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് റീജിയനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ബംഗാളി സംസാരിക്കുന്ന അതിനെ ബംഗാളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മലയാളം സംസാരിക്കുന്ന നമ്മുടെ കേരളമാണ്. തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും സംസാരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് ആ റീജിയനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നു. സോ വി അസ്യൂം ദാറ്റ് പീപ്പിൾ ഇൻ ബംഗാൾ ഓൾവേസ് സ്പീക്ക് ബംഗാളി. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ബംഗാളിലെ ആൾക്കാർ എപ്പോഴും ബംഗാളി ആയിരിക്കും സംസാരിക്കുന്നതെന്ന്. ഹവവർ, what is interesting is that while Bengali is now recognized as a language derived from Sanskrit, അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബംഗാളി ഒരു ലാംഗ്വേജാണ് ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സംസ്കൃതത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ട ലാംഗ്വേജ് ആയിട്ടാണ് ബംഗാളിയെ കണക്കാക്കുന്നത്. പക്ഷേ ഏർലി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് മിഡ് ഫസ്റ്റ് മില്ലേനിയം ബി സിയിലെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ്
suggests that people of Bengal did not speak Sanskritic languages. അപ്പോൾ ഏർലി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിൽ മുമ്പുള്ള പണ്ട് കാലത്തെ ഈ സംസ്കൃതത്തിൻ്റെ പുസ്തകങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നത്, അതിലെന്താ സജസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഈ ബംഗാളിലെ ആൾക്കാർ ഈ സംസ്കൃതമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ഭാഷയും സംസാരിച്ചിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക ഈ ബംഗാളി എന്ന് പറയുന്ന ഈ ഭാഷ സംസ്കൃതത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഹൗ ദെൻ ഡിഡ് ദ ന്യൂ ലാംഗ്വേജ് എമേർജ്? അപ്പോൾ എങ്ങനെയാണ് ആ ന്യൂ ലാംഗ്വേജ്, ആ ബംഗാളി എന്ന ന്യൂ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? ഫ്രം ദ ഫോർത്ത്, അപ്പോൾ ഇവിടെ ഒരു ബി സി ഇ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ബി സി എന്താണെന്നുള്ളത്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ. ബി സി ഇ എന്ന് പറയുന്നത് കോമൺ ഇറ. കോമൺ ഇറ എന്ന് പറയുന്നതാണ് ഈ ഇപ്പോഴുള്ള നമ്മുടെ എ ഡി, നമ്മുടെ ഈ 2021 ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെയാണ് ആനോ ഡൊമിനി എ ഡി അല്ലെങ്കിൽ സി ഇ, കോമൺ ഇറ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തെ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ ബിഫോർ ദ കോമൺ ഇറ എന്ന് വിളിക്കപ്പെടുന്നു. അതാണ് ബി സി ഇ അല്ലെങ്കിൽ ബി സി. അപ്പോൾ ബി സിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1500 അതിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നത്. 1500, 2000 എല്ലാം ഇങ്ങനെ മെല്ലെ താഴത്തോട്ട് വരികയാണ്. കുറഞ്ഞാണ് വരുന്നത്. 1000 ആയി, പിന്നെ 500 ആയി, പിന്നെ അങ്ങനെ കുറഞ്ഞു വന്ന് 0-ലെത്തും. ആ 0 ഈ സമയത്താണ് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ജനിച്ച അത് ഈ 0-ലാണ് എന്നാണ് കണക്കാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടി വരുന്നത് 500, 1000, 1500, 2000, ഇപ്പോൾ 2021 നിൽക്കുന്നു. അപ്പോൾ ഈ ബിഫോർ ക്രൈസ്റ്റ് അത് ബി സിയും, അത് ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ആനോ ഡൊമിനി അത് എ ഡി ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതാണ് ബി സി എ ഡിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഫസ്റ്റ് മില്ലേനിയം ബി സിയിൽ ഉള്ള സംസ്കൃത ടെക്സ്റ്റുകൾ പറയുന്നത് ബംഗാളിലുള്ള ആൾക്കാർ സംസ്കൃത ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഫ്രം ദ 4th-3rd centuries BCE, 4th-3rd century. 4th എന്ന് പറയുന്നത് മുമ്പായിരിക്കും, 4th century, അത് കഴിഞ്ഞ് 3rd century, അത് കഴിഞ്ഞ് 2nd century, പിന്നെ 1st century, അങ്ങനെയാണ് കുറഞ്ഞാണ് ബി സിയിൽ വരുന്നത്. ഇപ്പോൾ 4th century എന്ന് പറയുന്നത് 400-ാം വർഷം തൊട്ട് കുറഞ്ഞു 400 കഴിഞ്ഞിട്ട് 399, 398, 397 അങ്ങനെ ബാക്കിലോട്ട് വന്ന് 301 വരെയുള്ള ആ കാലഘട്ടമാണ് 4th century. ഈ 3rd century എന്ന് പറയുന്നത് 300 തുടങ്ങി 299, 298, 297 അങ്ങനെ കുറഞ്ഞു വന്ന് 201 വരെയുള്ള, അങ്ങനെ ഈ 4th-3rd century BCEയിൽ കൊമേഴ്ഷ്യൽ ടൈസ് ബിഗാൻ ടു ഡെവലപ്പ് ബിറ്റ്വീൻ ബംഗാൾ ആൻഡ് മഗധ എന്ന് പറയുന്നത് സൗത്ത് ബീഹാർ, അത് ബംഗാളുമായിട്ട് തൊട്ട് കിടക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് മുമ്പുള്ള 4th century 3rd century BCയിൽ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങൾ നടക്കുമായിരുന്നു. ആരൊക്കെ തമ്മിൽ? ബംഗാളും മഗധയും അല്ലെങ്കിൽ സൗത്ത് ബീഹാറും തമ്മിൽ. വിച്ച് മേ ഹാവ് ലെഡ് ടു ദ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് സംസ്കൃത്. അങ്ങനെ ആയിരിക്കാം സംസ്കൃതത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി വന്നത്. ഡ്യൂറിങ് ദ 4th century ദ ഗുപ്ത റൂളേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ നോർത്ത് ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ മുകളിലെ ഭാഗം. അപ്പോൾ നോർത്ത് ബംഗാളിൽ ഈ ഗുപ്ത റൂളേഴ്സ് പൊളിറ്റിക്കൽ കൺട്രോൾ അവർ പിടിച്ചടക്കി. ആൻഡ് ബിഗാൻ ടു സെറ്റിൽ ബ്രാഹ്മണാസ് ഇൻ ദിസ് ഏരിയ. ഈ ഏരിയയിൽ ബ്രാഹ്മണന്മാർ താമസിക്കാൻ തുടങ്ങി. ദസ് ദ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഫ്രം ദ മിഡ് ഗംഗ വാലി ബിഗെയിം സ്ട്രോങ്ങർ. അങ്ങനെ ആ സ്ഥലത്തുള്ള ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന ഭാഷ, കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അതെല്ലാം ഈ മിഡ് ഗംഗ വാലിയിൽ അത് കുറച്ചുകൂടി സ്ട്രോങ്ങറായി. ഇൻ ദ 7th century ദ ചൈനീസ് ട്രാവലർ 7th centuryയിലെ ചൈനീസ് ട്രാവലർ ജുവാൻ സാങ് എന്ന
Chinese traveler, observed that languages related to Sanskrit were in use all over Bengal. അപ്പോൾ ആ സമയമായപ്പോഴേക്കും 7th സെഞ്ച്വറി ആയപ്പോഴേക്കും ഈ ബംഗാളിൽ മൊത്തം ബംഗാളിൽ ഈ സംസ്കൃത ഭാഷ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. Observe that languages related to Sanskrit were in use all over Bengal. A page from the palm leaf manuscript of earliest Bengali Ramayana. ബംഗാളി രാമായണത്തിലെ ഒരു പേജാണ് ഈ കാണുന്നത്. ഫ്രം ദ 8th സെഞ്ച്വറി, ആ 7th സെഞ്ച്വറിയിലായിരുന്നു ആ ചൈനീസ് ട്രാവലർ ഇങ്ങനെ ഒബ്സർവ് ചെയ്തത്. ബംഗാളിലെല്ലാം സംസ്കൃതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷ സംസാരിക്കുന്നു ആൾക്കാർ എന്ന്. ബംഗാൾ ബിക്കെയിം ദ സെൻറ്റർ ഓഫ് എ റീജിയണൽ കിങ്ഡം. റീജിയണൽ കിങ്ഡത്തിൻ്റെ ഒരു സെൻറ്ററായി മാറി അണ്ടർ ദ പാലാസിൻ്റെ ഒരു പാലാസ് കീഴടക്കി ബംഗാളിൽ ഒരു റീജിയണൽ കിങ്ഡം പാലാസ് അവിടെ രാജ്യം ഭരിക്കാൻ തുടങ്ങി. ബിറ്റ്വീൻ ദ 14th and 16th സെഞ്ച്വറി, ഇവിടെ 8th സെഞ്ച്വറിയിലായിരുന്നു അത് പാലാസ് ഭരിച്ചത്. പിന്നെ 14th സെഞ്ച്വറി തൊട്ട് 16th സെഞ്ച്വറീസിൽ ബംഗാൾ വാസ് റൂൾഡ് ബൈ സുൽത്താൻസ് ഹൂ വർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റൂളേഴ്സ് ഇൻ ഡൽഹി. ഡൽഹിയിലുള്ള അവരുമായിട്ട് ബന്ധപ്പെടാത്ത ബംഗാളിൽ കുറച്ച് സുൽത്താൻസ് റൂൾ ചെയ്യാൻ തുടങ്ങി 14th to 16th സെഞ്ച്വറി. അത് ഡൽഹിയിലെ സുൽത്താൻസ് അല്ല. ഡൽഹിയിലെ സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരല്ല. അവരുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സുൽത്താൻസ് ഇവിടെ റൂൾ ചെയ്യാൻ തുടങ്ങി ബംഗാളിൽ. ഇൻ 1586, 1586 വെൻ അക്ബർ കോൺകേർഡ് ബംഗാൾ, അപ്പോഴാണ് ഈ അക്ബർ ബംഗാൾ കോൺകർ ചെയ്യുന്നത്, പിടിച്ചടക്കുന്നത്. ഇറ്റ് ഫോംഡ് ദ ന്യൂക്ലിയസ് ഓഫ് ബംഗാൾ സൂബയുടെ ന്യൂക്ലിയസ് ആയി മാറി ഈ ബംഗാൾ. അക്ബർ കോൺകർ ചെയ്തപ്പോൾ അക്ബർ ഈ ബംഗാളിനെ പിടിച്ചടക്കിയപ്പോൾ. വൈൽ പേർഷ്യൻ വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ബംഗാൾ ഡെവലപ്ഡ് ആസ് എ റീജിയണൽ ലാംഗ്വേജ്. വൈൽ പേർഷ്യൻ വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ആ അക്ബറിൻ്റെ സമയത്തുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയായിരുന്നു. എന്നിരുന്നാലും ബംഗാളി ഡെവലപ്ഡ് ആസ് എ റീജിയണൽ ലാംഗ്വേജ്. ബംഗാളി ഒരു റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഫാക്ട് ബൈ ദ 15th സെഞ്ച്വറി, 15th സെഞ്ച്വറി ആയപ്പോഴേക്കും ബംഗാളി ഗ്രൂപ്പ് ഓഫ് ഡയലക്ട്സ് കെയിം ടു ബി യുണൈറ്റഡ് in a common literary language based on the spoken language of the western part of the region, now known as West Bengal. വെസ്റ്റേൺ പാർട്ട്, ബംഗാളിലെ വെസ്റ്റ് ബംഗാൾ, ആ വെസ്റ്റ് പാർട്ടിലുള്ള വെസ്റ്റ് ബംഗാൾ, അവിടെ ഈ ബംഗാളി സംസാരിക്കുന്ന എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആ റീജിയനിൽ ഡെവലപ്പ് ചെയ്തു വന്നു. അതാണ് ബംഗാളി. ദസ് ഓൾദോ ബംഗാളി ഈസ് ഡിറൈവ്ഡ് ഫ്രം സാൻസ്ക്രിറ്റ്, it passed through several stages of evolution. ഇപ്പോൾ ബംഗാളി സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും ഇറ്റ് പാസ്ഡ് ത്രൂ സെവറൽ സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ രൂപമാറ്റം. പല പല തരത്തിലുള്ള രൂപമാറ്റം ഈ ബംഗാളിക്ക് സംഭവിച്ചു. ഓൾസോ എ വൈഡ് റേഞ്ച് ഓഫ് നോൺ സാൻസ്ക്രിറ്റ് വേർഡ്സ്. ഈ ബംഗാളിയിൽ സംസ്കൃത വാക്കുകളല്ലാതെ നോൺ സാൻസ്ക്രിറ്റ് വേർഡ്സ് ഒരുപാടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് അത് വന്നത്? ഡിറൈവ്ഡ് ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ്. പല സോഴ്സസിൽ നിന്നും പല സ്രോതസ് ഉണ്ടായിരുന്നു അതിൻ്റെ. എവിടെ നിന്നാണ്? ഇൻക്ലൂഡിങ് ട്രൈബൽ ലാംഗ്വേജസ്. ഈ ആദിവാസികളുടെ ലാംഗ്വേജസിൽ നിന്നുള്ള കുറേ വാക്കുകളുണ്ടായി, പേർഷ്യനിൽ നിന്നുള്ള കുറേ വാക്കുകളുണ്ടായി, യൂറോപ്യൻ ലാംഗ്വേജസിൽ നിന്നുള്ള കുറേ വാക്കുകളുണ്ടായി, ആൻഡ് ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് മോഡേൺ ബംഗാളി. ഇതെല്ലാം ബംഗാളി ഭാഷയുടെ ഒരു ഭാഗമായി മാറി. ഏർലി ബംഗാളി ലിറ്ററേച്ചർ മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 categories. ഈ ഏർലി ബംഗാളി ലിറ്ററേച്ചറിനെ നമുക്ക് 2 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാം. വൺ ഇൻഡപ്റ്റഡ് ടു സാൻസ്ക്രിറ്റ് ആൻഡ് ദ അതർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്. ഒരെണ്ണം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് എടുത്ത ലിറ്ററേച്ചർ, വാക്കുകൾ അല്ലെങ്കിൽ ഭാഷ. മറ്റേതെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് അല്ലാത്തത്. അപ്പോൾ ബംഗാളി ലിറ്ററേച്ചറിനെ ഒന്ന് സംസ്കൃതത്തിൽ നിന്ന് രൂപപ്പെടുത്ത അല്ലെങ്കിൽ കടമെടുത്ത ലിറ്ററേച്ചർ, മറ്റേതെന്ന് പറയുന്നത് അല്ലാത്തത്. അങ്ങനെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഇൻക്ലൂഡ്സ്, ഈ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് എടുത്തത്. ഫസ്റ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ലേഷൻസ് ഓഫ് ദ സാൻസ്ക്രിറ്റ് എപ്പിക്സ്.
ടെക്സ്റ്റുകൾ, സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അതിൽ നിന്നെടുത്തത്. അതായത് മംഗലകാവ്യാസ്, ലിറ്ററലി ഓസ്പീഷ്യസ് പോയംസ്. മംഗലം എന്ന് പറഞ്ഞാൽ ഓസ്പീഷ്യസ്, പോയം എന്ന് പറഞ്ഞാൽ കാവ്യം. അപ്പോൾ മംഗലകാവ്യ എന്ന് പറഞ്ഞാൽ ഡീലിംഗ് വിത്ത് ലോക്കൽ ഡേറ്റീസ്, ലോക്കൽ ഗോഡുകൾ, ലോക്കൽ ദൈവങ്ങൾ, അവിടെയുള്ള അവരുടെ ലോക്കലായിട്ടുള്ള ദൈവങ്ങളുടെ അതിനെക്കുറിച്ച് പാടിയിരിക്കുന്ന മംഗലകാവ്യ. അത് സംസ്കൃതത്തിൽ നിന്നെടുത്തതാണ്. അതിൽ നിന്ന് സംസ്കൃത ടെക്സ്റ്റിൽ മംഗലകാവ്യത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആൻഡ് ഭക്തി ലിറ്ററേച്ചർ സച്ച് ആസ് ദ ബയോഗ്രഫീസ് ഓഫ് ചൈതന്യ ദേവ, ദ ലീഡർ ഓഫ് വൈഷ്ണവ ഭക്തി മൂവ്മെൻറ്റിലെ ലീഡറായ ചൈതന്യ ദേവയുടെ ബയോഗ്രഫി, അതെല്ലാം എവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ്? സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ലിറ്ററേച്ചറുകളാണ്. അതായത് കവിതകളും എഴുത്താണ്, ലിറ്ററേച്ചറാണ്. ദ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് അല്ലാത്തത്, സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്തത്. ദ സെക്കൻഡ് ഇൻക്ലൂഡ്സ് നാത്ത് ലിറ്ററേച്ചർ. അതിനെ പറയുന്നത് നാത്ത് ലിറ്ററേച്ചർ എന്നാണ്. സച്ച് ആസ് ദ സോങ്സ് ഓഫ് മൈനാമതി ആൻഡ് ഗോപിചന്ദ്രൻ്റെയും മൈനാമതിയുടെയും പാട്ടുകൾ. സ്റ്റോറീസ് കൺസേണിങ് ദ വർഷിപ്പ് ഓഫ് ധർമ്മ ഠാക്കൂർ എന്ന ലോക്കൽ ദൈവമാണ്. അപ്പോൾ ആ ധർമ്മ ഠാക്കൂറിനെ വർഷിപ്പ്, അവരെ പൂജിക്കുന്ന സ്റ്റോറികൾ. ആൻഡ് ഫെയറി ടെയിൽസ്, ഇത് ഒരു ഫെയറി ടെയിൽസ്, ഫോക്ക് ടെയിൽസ്, ഇതെല്ലാം നാടോടി കഥകൾ, ബലാഡ്സ്, അതെല്ലാം നാടോടി കഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം രൂപപ്പെടുത്ത നാത്ത് ലിറ്ററേച്ചർ സംസ്കൃതത്തിൽ നിന്നുണ്ടായതല്ല. ഒരെണ്ണം സംസ്കൃതത്തിൽ നിന്നുണ്ടായതും മറ്റത് സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്തത്. അതിലാണ് ഈ മൈനാമതിയും ഗോപിചന്ദ്രനെ കുറിച്ചുള്ള പാട്ടുകളും ധർമ്മ ഠാക്കൂറിൻ്റെ കഥകളും ഫെയറി ടെയിൽസും ഫോക്ക് ടെയിൽസും ബലാഡ്സും ഒക്കെ. മൈനാമതി, ഗോപിചന്ദ്ര ആൻഡ് ധർമ്മ ഠാക്കൂർ, ഇതാരൊക്കെയാണെന്നാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ പറയുന്നത്. നാത്സ് വെയർ അസെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സന്യാസികൾ. ഈ നാഥ് എന്ന് പറയുന്നത് സന്യാസികളാണ്. ഹു എൻഗേജ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് യോഗിക് പ്രാക്ടീസ്, യോഗകളൊക്കെ ചെയ്യുന്ന സന്യാസികളാണ്. ദിസ് പർട്ടിക്കുലർ സോങ്, അവരുടെ ഈ പാട്ട് എന്ന് പറയുന്നത്, വിച്ച് വാസ് ഓഫൻ ഇനാക്റ്റഡ്, അത് ആക്ട് ചെയ്ത് ഒരു ഡ്രാമ പോലെ, ഒരു നാടകം പോലെ ഇനാക്ട് ചെയ്യുന്ന, ഡിസ്ക്രൈബ്ഡ് ഹൗ മൈനാമതി, a queen, encouraged her son Gopichandra to adopt the path of asceticism in the face of a variety of obstacles. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം മകനെ, അതായത് മൈനാമതി എന്ന് പറയുന്നത് ഒരു രാജ്ഞിയാണ്, സ്വന്തം മകനായ ഗോപിചന്ദ്രയെ സന്യാസം സ്വീകരിക്കാനായിട്ട് എൻകറേജ് ചെയ്യുന്ന ആ ഒരു പാട്ടാണ്. ആ പാട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ആ പാട്ടിൻ്റെ സന്ദർഭം. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിട്ടും, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, ഒരുപാട് കഷ്ടപ്പെട്ട് ഗോപിചന്ദ്രയെ ഒരു സന്യാസിയാക്കുന്നത്, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള സോങ്ങാണ്. ധർമ്മ ഠാക്കൂർ ആരാണ്? ഈസ് എ പോപ്പുലർ റീജിയണൽ ഡീറ്റി എന്ന് പറഞ്ഞ ഒരു റീജിയണൽ ഗോഡാണ്. ഓഫൻ വർഷിപ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോൺ, ഒരു കല്ലിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വുഡിൻ്റെ രൂപത്തിൽ, ഒരു മരക്കഷ്ണം ആയിട്ട് അതിൻ്റെ രൂപത്തിൽ വർഷിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ഗോഡാണ് ധർമ്മ ഠാക്കൂർ. ദ ടെക്സ്റ്റ് ബിലോങ്ങിങ് ടു ദ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ലിറ്ററേച്ചേഴ്സ്. The text belonging to the first category are easier to date. നമുക്ക് അതിൻ്റെ ഡേറ്റൊക്കെ കണ്ടുപിടിക്കാൻ, എപ്പോഴത്തെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. As several manuscripts have been found indicating that they were composed between the late 15th and mid 18th centuries. 15th സെഞ്ച്വറീൻ്റെ അവസാനം അല്ലെങ്കിൽ 18th സെഞ്ച്വറീൻ്റെ പകുതികളിൽ, മിഡോടെ എഴുതപ്പെട്ട അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മാനുസ്ക്രിപ്റ്റ്സാണ്, പുസ്തകങ്ങളാണ്
അതായിരുന്നു ആ ഫസ്റ്റ് കാറ്റഗറി, സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായ ആ ഫസ്റ്റ് കാറ്റഗറി. ദോസ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നല്ലാതെ നാഥ് ലിറ്ററേച്ചറിൽ നിന്നുണ്ടായ, അത് സർക്കുലേറ്റഡ് ഓറലി ആൻഡ് കനോട്ട് ബി പ്രിസൈസ്ലി ഡേറ്റഡ്. അത് സർക്കുലേറ്റ് ചെയ്തത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് പാട്ടുകളിലൂടെ, എഴുതപ്പെടാതെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും അങ്ങനെ ട്രാൻസ്മിറ്റാണ്, അങ്ങനെയാണത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലോട്ട് അങ്ങനെയാണത് പോയത്. അതുകൊണ്ട് നമുക്ക് അത് ഏത് കാലത്താണ് ഉണ്ടായത് എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. ദേ വർ പർട്ടിക്കുലർലി പോപ്പുലർ ഇൻ ദ ഈസ്റ്റേൺ ബംഗാൾ. ഈസ്റ്റേൺ ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിൻ്റെ കിഴക്ക് ഭാഗത്ത് ആണത് പോപ്പുലറായിരുന്നത്. വേർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രാഹ്മണാസ് വാസ് റിലേറ്റീവ്ലി വീക്ക്. ആ സ്ഥലത്ത് ഈസ്റ്റേൺ ബംഗാളിൽ ബ്രാഹ്മണന്മാരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരുപാട് കുറവുമായിരുന്നു. ഇനി അടുത്തത് പീഴ്സ് ആൻഡ് ടെമ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രം ദ 16th century തൊട്ട് people began to migrate in large numbers from the less fertile western Bengal to the forested and marshy areas of south eastern Bengal. അപ്പോൾ എന്താ ഈ 16th century തൊട്ട് തുടങ്ങിയത്? പീപ്പിൾ ബിഗാൻ ടു മൈഗ്രേറ്റ്. ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, പലായനം ചെയ്യാൻ തുടങ്ങി. വീടുകൾ വിട്ടും അവരുടെ സ്വന്തം ഏരിയ വിട്ടും മറ്റു ഏരിയയിലോട്ട് പലായനം ചെയ്യാൻ തുടങ്ങി. എവിടെ നിന്ന്? ലെസ് ഫെർട്ടൈൽ വെസ്റ്റേൺ ബംഗാൾ എന്ന് പറയുന്നത്, പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ലെസ് ഫെർട്ടൈൽ ആയിരുന്നു. അധികം ഫലഭൂയിഷ്ടി ഇല്ലാത്ത മണ്ണുകളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ഫോറസ്റ്റഡ് ആൻഡ് മാർഷി ഏരിയാസ് ഓഫ് സൗത്ത് ഈസ്റ്റേൺ ബംഗാളിലോട്ട് മാറി. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാടുകളുള്ള, ചതുപ്പുകളുള്ള സൗത്ത് ഈസ്റ്റേൺ ബംഗാൾ, അതായത് കിഴക്ക് തെക്ക് ബംഗാളിലോട്ട്, കിഴക്ക് ഭാഗത്തോട്ട് മാറാൻ തുടങ്ങി, മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആസ് ദേ മൂവ്ഡ് ഈസ്റ്റ് വേർഡ്സ്, കിഴക്കോട്ട് മാറിയപ്പോൾ, ഷിഫ്റ്റ് ചെയ്തപ്പോൾ, ദേ ക്ലിയർഡ് ഫോറസ്റ്റുകൾ ക്ലിയർ ചെയ്തു, കാടുകൾ വെട്ടിത്തെളിച്ചു. അങ്ങനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ബ്രോട്ട് ദ ലാൻഡ് അണ്ടർ റൈസ് കൾട്ടിവേഷൻ. ആ കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി നടത്തി. എന്തിൻ്റെ കൃഷിയാണ്? നെല്ല് കൃഷി നടത്തി. ഗ്രാജുവലി ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫിഷർ ഫോക്ക് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ്, ഓഫൻ ട്രൈബൽസ്, മേഴ്സ്ഡ് വിത്ത് ദ ന്യൂ കമ്മ്യൂണിറ്റീസ് ഓഫ് പെസൻസ്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അതായത് ഈ മീൻപിടുത്തക്കാർ, ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് കാടുകൾ വെട്ടിത്തെളിച്ച് ഒരു സ്ഥലത്ത് നിന്ന് അവിടെ കൃഷി ചെയ്തു, പിന്നെ വേറെ സ്ഥലം വെട്ടിത്തെളിച്ചു, അങ്ങോട്ട് മാറി, അങ്ങനെ മാറി മാറി നടക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ മെയിൻലി അവരിൽ ട്രൈബൽസ് ആയിരുന്നു, ആദിവാസികൾ. അവരെല്ലാം മേഴ്സ്ഡ് വിത്ത് ന്യൂ കമ്മ്യൂണിറ്റീസ് ഓഫ് പെസൻസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ചെയ്യുന്ന, ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അവരെല്ലാവരും കൂടി. പെർ എന്ന് പറയുന്നത് പേർഷ്യൻ വേർഡാണ്, പേർഷ്യൻ വാക്കാണ്. മീനിങ് സ്പിരിച്വൽ ഗൈഡ്. ഒരു സ്പിരിച്വൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരു, അതാണ് പെർ. ദിസ് കോയിൻസൈഡഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ കൺട്രോൾ ഓവർ ബംഗാൾ. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ്, ഈ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആ സമയത്ത് തന്നെയാണ് മുഗൾസ് ഈ ബംഗാളിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. മുഗൾസ് പിടിച്ചെടുത്തത്, മുഗൾസ് തോൽപ്പിച്ചത്, ബംഗാളിനെ കീഴ്പ്പെടുത്തിയത്. വിത്ത് ദെയർ ക്യാപിറ്റൽ ഇൻ ദ ഹാർട്ട് ഓഫ് ഈസ്റ്റേൺ ഡെൽറ്റ അറ്റ് ധാക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിലെ എൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ അതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള സെൻറ്റർ, ക്യാപിറ്റൽ, തലസ്ഥാനം. Officials and functionaries received land and often set up mosques that served as centers for religious transformation in these areas. ഈ മുഗൾസ് എന്താണ്? ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ റൂളേഴ്സ് അവർ ഈ ബംഗാൾ കീഴടക്കി. അപ്പോൾ അവരുടെ ഒഫീഷ്യൽസ്, അവരുടെ അധികാരികൾ, അതുപോലെ തന്നെ ഫങ്ഷണറീസ് റിസീവ്ഡ് ലാൻഡ്, അവർക്ക് ലാൻഡ് കിട്ടി, സ്ഥലങ്ങൾ കിട്ടി. ദെൻ ഓഫൻ സെറ്റപ്പ് മോസ്ക്, എന്നിട്ട് അവർ അവിടെ പള്ളികൾ സ്ഥാപിച്ചു. ആൻഡ് ദാറ്റ് സെർവ്ഡ് ആസ് സെൻറ്റേഴ്സ് ഫോർ റിലീജിയസ്. അങ്ങനെ ഒരുപാട് റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ, കുറേ പേര് മുസ്ലിം ആയി മാറാനുള്ള സെൻറ്റേഴ്സ് ആയി മാറി. അങ്ങനെയുള്ള മോസ്കുകളല്ല, ആ ഏരിയകളിലുള്ള മോസ്കുകളല്ല. ആ സമയത്ത് ഈ മുഗൾസ് വന്ന് അവരുടെ ഒഫീഷ്യൽസും അവരുടെ ആൾക്കാർ സെറ്റപ്പ് ചെയ്ത മോസ്കുകൾ എല്ലാം അതിനുള്ള ഒരു സെൻറ്ററായി മാറി.
The early settlers sought some order and assurance in the unstable conditions of the new settlements. ഈ ന്യൂ സെറ്റിൽമെൻറ്റിൽ ഈ മുമ്പുള്ള settlers sought some order and assurance in the unstable settlements. അതെന്താണോ പറയണത്, അത് സാരില്ല. These were provided by community leaders who also functioned as teachers and adjudicators and were sometimes ascribed with supernatural powers. അപ്പോൾ ഈ സ്ഥലത്ത് കുറച്ച് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഹൂ ഓൾസോ ഫങ്ഷൻഡ് ആസ് ടീച്ചേഴ്സ്. അവർ ഗുരുക്കന്മാരായിരുന്നു, വിധികർത്താക്കളായിരുന്നു. ആൻഡ് വർ സംടൈംസ് വർ ഡിസ്ക്രൈബ്ഡ് വിത്ത് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അവർ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ടീച്ചേഴ്സും വിധികർത്താക്കളും വലിയ മെയിനായിട്ടുള്ള കമ്മ്യൂണിറ്റി ആ ഏരിയയിലുള്ള ലീഡേഴ്സാണ്. അവർക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ആൾക്കാരാണ്. പീപ്പിൾ റെഫേർഡ് ടു ദെം വിത്ത് അഫെക്ഷൻ. അവരെ സ്നേഹത്തോടെ അവരെ നോക്കിക്കണ്ടു, അതുപോലെ തന്നെ അവരെ റെസ്പെക്റ്റോടെ നോക്കിക്കണ്ടു. അവരാണ് ഈ പിർസ് എന്ന് പറയുന്നത്. ദിസ് ടേം ഇൻക്ലൂഡഡ് സെയിൻസ് ഓർ സൂഫീസ്. അപ്പോൾ ഈ പിർ എന്ന് പറയുന്നത് അതിൽ സെയിൻസ്, അവരുടെ സന്യാസിമാർ, അവരുടെ റിലീജിയസ് ഗുരുക്കന്മാർ, സൂഫീസ്, അവരെല്ലാവരും ഉണ്ട്. ആൻഡ് അതർ റിലീജിയസ് പേഴ്സണാലിറ്റീസ്, മറ്റുള്ള റിലീജിയസ് പേഴ്സണാലിറ്റീസും ഉണ്ട്. ഡെയറിങ് കോളനൈസേഴ്സ് ആൻഡ് ഡിഫൈഡ് സോൾജിയേഴ്സ്, വേരിയസ് ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് ഡേറ്റീസ് ആൻഡ് ഈവൻ അനിമിസ്റ്റിക് സ്പിരിറ്റ്സ്. അപ്പോൾ ഇവരുടെ പല അതിൽ സെയിൻസ് ഉണ്ട്, സൂഫീസ് ഉണ്ട്, അതുപോലെ തന്നെ റിലീജിയസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, ഡെയറിങ് കോളനൈസേഴ്സ് ഉണ്ട്, സോൾജിയേഴ്സ് ഉണ്ട്, ഹിന്ദു ബുദ്ധിസ്റ്റ് ദൈവങ്ങളുണ്ട്, ഈവൻ അനിമിസ്റ്റിക് സ്പിരിറ്റ്സ് ഉണ്ട്. അനിമിസ്റ്റിക് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് അട്രിബ്യൂഷൻ ഓഫ് ലിവിങ് സോൾ ടു പ്ലാന്റ്സ്, ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആൻഡ് നാച്ചുറൽ ഫിനോമിന. അതായത് ജീവനില്ലാത്തവരെ ജീവനുള്ളതായിട്ട് കണക്കാക്കുന്നത്, അതിലൊക്കെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നത്, അതിനെയാണ് അനിമിസ്റ്റിക് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. The cult of Pirs became very popular in their shrines. Can be very popular ആയി ഈ പേർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ. ആൻഡ് their shrines can be found everywhere in Bengal. അങ്ങനെ അവരുടെ ഷ്രൈൻസ്, അവരുടെ അമ്പലങ്ങൾ, അവരുടെ ടെമ്പിൾസ് എല്ലാ സ്ഥലത്തും, ബംഗാളിലെ എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങി. ബംഗാൾ ഓൾസോ വിറ്റ്നസ്ഡ് ടെമ്പിൾ ബിൽഡിംഗ് സ്പ്രീ ഫ്രം ദ ലേറ്റ് 15th century. 15th centuryയുടെ അവസാനം തൊട്ട് ടെമ്പിൾ ബിൽഡിംഗ്, ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അവർ. വിച്ച് കൾമിനേറ്റഡ് ഇൻ ദ 19th century. 19th centuryയിലാണ് അത് അവസാനിച്ചത്. വി ഹാവ് സീൻ ചാപ്റ്റർ 2 and 3, ചാപ്റ്റർ 2ലും 5ലും നമ്മൾ കണ്ടു. ടെമ്പിൾസ് ആൻഡ് അതർ റിലീജിയസ് സ്ട്രക്ചേഴ്സ് വെർ ഓഫൻ ബിൽറ്റ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. ആൾക്കാരും സ്വന്തമായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടും ടെമ്പിൾസ് ഉണ്ടാക്കുമായിരുന്നു, അമ്പലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, റിലീജിയസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് വെർ ഓൾസോ ബിക്കമിങ് പവർഫുൾ. ഹൂ വർ ബിക്കമിങ് പവർഫുൾ. ആരൊക്കെയാണോ പവറിൽ വരുന്നത് അവരെല്ലാം അവരുടേതായ റിലീജിയൻ്റെ ടെമ്പിൾസും റിലീജിയസ് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ടു ബോത്ത് ഡെമോൺസ്ട്രേറ്റ് ദെയർ പവർ, അവരുടെ പവർ കാണിക്കാനും അതുപോലെ തന്നെ പ്രൊക്ലെയിം ദെയർ പീറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബിലീഫ്, അവരുടെ റിലീജിയസ് ബിലീഫ്സ് കാണിക്കാനും. അങ്ങനെ റിലീജിയസ് ബിലീഫ്സ് കാണിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേര് ആ റിലീജിയനിലുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ആക്സെപ്റ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Many of the modest brick and terracotta temples in Bengal were built with the support of several low social groups. Low social groups എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് താഴ്ന്ന ജാതിക്കാരുടെ സപ്പോർട്ടോടെ ആണ് കുറേ ബിൽഡിങ്ങുകൾ, കുറേ ടെമ്പിൾസ് ഉണ്ടാക്കിയത്. സച്ച് ആസ് ദ കോലു എന്ന് പറയുന്നത് ഓയിൽ പ്രസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണ ചക്കാട്ടുന്ന ആൾക്കാർ. പിന്നെ കൻസാരി എന്ന് പറഞ്ഞാൽ ബെൽ മെറ്റൽ വർക്കേഴ്സ്, അവരൊക്കെയാണ് ഈ മെയിനായിട്ടുള്ള ഈ ടെമ്പിളെല്ലാം ഉണ്ടാക്കാനായൊക്കെ സഹായിക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷനിലൂടെ, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ടെമ്പിൾസ് എല്ലാം ഉണ്ടാക്കിയത്. ദ കമ്മിങ് ഓഫ് ദി യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ്. യൂറോപ്യൻ കച്ചവടക്കാർ വന്നപ്പോൾ ക്രിയേറ്റഡ് ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും ട്രേഡും കച്ചവടങ്ങളൊക്കെ തുടങ്ങി. മെനി ഫാമിലീസ് ബിലോങ്ങിങ് ടു ദീസ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ലോ സോഷ്യൽ ഗ്രൂപ്പ്സ്, അവർക്കെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, ഒരുപാട് സൗകര്യങ്ങൾ കിട്ടി, എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കിട്ടി. അവെയിൽഡ് ദീസ്, അവരെല്ലാം അതെല്ലാം ഉപയോഗിച്ചു.
ആസ് ദെയർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പൊസിഷൻ ഇംപ്രൂവ്ഡ്, അവരുടെ സോഷ്യൽ സിറ്റുവേഷനും സോഷ്യൽ പൊസിഷനും എക്കണോമിക് പൊസിഷനും സമ്പത്തെല്ലാം കൂടി വന്നു. അപ്പോൾ അവർ ടെമ്പിൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിലൊരു ഡബിൾ റൂഫ്ഡ് താജ്ഡ് ഹട്ട്, ഇതാണ് ഡബിൾ റൂഫ്, 2 റൂഫുള്ള താജ്ഡ് ഹട്ടാണത്. ടെമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. 4 റൂഫ്ഡ് ടെമ്പിൾ, 4 റൂഫുകളുള്ള ഒരു ടെമ്പിളാണിത്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ഉള്ളവരുടെ കൺസ്ട്രക്ഷനാണ് ഈ കാണിക്കുന്നത്. ഇത് കൃഷ്ണ വിത്ത് ഗോപീസ്, കൃഷ്ണനും ഗോപികമാരും കൂടിയുള്ള ഒരു ടെറക്കോട്ട പ്ലേക്കാണ്. ഒരു ചുമരിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്ന, ചുമരിൽ പണി ചെയ്യുന്ന കൊത്തുപണിയാണത്. ഫ്രം ദ ശ്യാമരായ ടെമ്പിൾ, വിഷ്ണുപൂരിലെ ശ്യാമരായ ടെമ്പിളിലെ ഒരു ടെറക്കോട്ട വർക്കാണിത്, കൃഷ്ണനും ഗോപികമാരും കൂടിയുള്ളത്. ദേ പ്രൊക്ലൈംഡ് ദെയർ സ്റ്റാറ്റസ് ത്രൂ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ്. ആ ലോ സോഷ്യൽ ക്ലാസ് അവർ ഡെവലപ്പ് ചെയ്തു, അവർ ഇമ്പ്രൂവായി, അവർക്ക് എക്കണോമിക് സിറ്റുവേഷനെല്ലാം അവർ ഇമ്പ്രൂവായി, പണക്കാരായപ്പോൾ അവർ ആ സ്റ്റാറ്റസ് എങ്ങനെ കാണിച്ചത്? കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസിലൂടെ അമ്പലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വെൻ ലോക്കൽ ഡേറ്റീസ്, അവരുടെ ലോക്കൽ ദൈവങ്ങൾ, വൺസ് വർഷിപ്ഡ് ഇൻ ദ താജ്ഡ് ഹട്ട്സ്, ഈ കുടിലുകളിൽ, ആ ഹട്ടുകളിലാണ്, വില്ലേജുകളിലാണ് അവരെ വർഷിപ്പ് ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ ടെമ്പിൾ ആദ്യം. ഗെയിൻഡ് ദ റെക്കഗ്നീഷൻ ഓഫ് ബ്രാഹ്മണാസ്, അങ്ങനെ ബ്രാഹ്മണന്മാരും ഇവരെ റെക്കഗ്നൈസ് ചെയ്തു, അവരും ആക്സെപ്റ്റ് ചെയ്തു. ദെയർ ഇമേജസ് ബിഗാൻ ടു ബി ഹൗസ്ഡ് ഇൻ ദ ടെമ്പിൾസ്. അങ്ങനെ ഈ ലോക്കൽ ദൈവങ്ങളുടെ ഇമേജസും ഇങ്ങനെയുള്ള ടെമ്പിളുകളിൽ വയ്ക്കാൻ തുടങ്ങി. ടെമ്പിൾസ് ബിഗാൻ ടു കോപ്പി ദ ഡബിൾ റൂഫ് എന്ന് പറഞ്ഞാൽ 2 റൂഫുള്ള, 2 മേൽക്കൂരയുള്ള ഡോച്ച്ല, അതിനാണ് ഡോച്ച്ല ദോ എന്ന് പറഞ്ഞാൽ 2 ഡോച്ച്ല. ഓർ 4 റൂഫ്ഡ്, 4 റൂഫുകളുള്ള മേൽക്കൂരയില്ല ചോച്ച്ല. ചാർ എന്ന് പറഞ്ഞാൽ ചോ എന്ന് പറഞ്ഞാൽ ചാർ, മീൻസ് 4 റൂഫ്ഡ് സ്ട്രക്ചർ ഓഫ് താജ്ഡ് ഹട്ട്സ്. ആൻഡ് റിമെമ്പർ ദ ബംഗ്ലാ ഡോം ഇൻ ചാപ്റ്റർ 5. ചാപ്റ്റർ 5 ബംഗ്ലാ ഡോമിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ലെഡ് ടു ദി ഇവല്യൂഷൻ ഓഫ് എ ടിപ്പിക്കൽ ബംഗാളി സ്റ്റൈൽ ഇൻ ടെമ്പിൾ ആർക്കിടെക്ചർ. ഈ ടിപ്പിക്കലായിട്ടുള്ള ബംഗാളി സ്റ്റൈൽ ആർക്കിടെക്ചറിലെ, ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ള ബംഗാളി സ്റ്റൈൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്? ഇൻ ദ കമ്പാരിറ്റീവ്ലി മോർ കോംപ്ലെക്സ് 4 റൂഫ്ഡ് സ്ട്രക്ചർ, ആ 4 റൂഫ്ഡ് സ്ട്രക്ചറിൽ 4 triangular roofs placed on the 4 walls move up to converge in a curved line or a point. ഇപ്പോൾ 4 ചുമരുകളിൽ ട്രയാങ്കിൾ ആയിട്ടുള്ള, ഇങ്ങനെ 4 ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഇങ്ങനെ ബന്ധപ്പെടുന്ന 4 ട്രയാങ്കിൾ, 4 ചുമരുകളാണ്, 4 ചുമരുകളുണ്ട്, 4 ചുമരുകളുടെ മേളിൽ 4 ട്രയാങ്കിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ട്രക്ചർ, അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്. ടെമ്പിൾസ് വെർ യൂഷ്വലി ബിൽറ്റ് ഇൻ എ സ്ക്വയർ പ്ലാറ്റ്ഫോം. ഒരു സ്ക്വയർ പ്ലാറ്റ്ഫോമിലായിരുന്നു ടെമ്പിൾ ബിൽഡ് ചെയ്തിരുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഇത് സ്ക്വയർ പ്ലാറ്റ്ഫോമിലായിരുന്നു ഡെവലപ്പ് ചെയ്തത്, ബിൽഡ് ചെയ്തത്. ദ ഇൻറ്റീരിയർ വാസ് റിലേറ്റീവ്ലി പ്ലെയിൻ. ഇൻറ്റീരിയർ, അതിൻ്റെ ഉള്ളിലുള്ള ചുമരുകൾ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ളായിരുന്നു. ആൻഡ് ദ ഔട്ടർ വാൾസ് ഓഫ് മെനി ടെമ്പിൾസ് വെർ ഡെക്കറേറ്റഡ് വിത്ത് പെയിൻറ്റിങ്സ്. ഔട്ടർ വാൾ എന്ന് പറയുന്നത് പുറത്തുള്ള വാളുകൾ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അതിൽ ഓർണമെൻ്റൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ടെറക്കോട്ട ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സാധനങ്ങളും അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഡെക്കറേറ്റീവ് ആയിരുന്നു പുറത്തുള്ള ചുമരുകൾ. ഇൻ സം ടെമ്പിൾസ്, പർട്ടിക്കുലർലി വിഷ്ണുപൂർ ഇൻ ബങ്കൂറ ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, സച്ച് ഡെക്കറേഷൻസ് റീച്ച്ഡ് എ ഹൈ ഡിഗ്രി ഓഫ് എക്സലൻസ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ബങ്കൂറ ഡിസ്ട്രിക്റ്റിലെ വിഷ്ണുപൂർ എന്ന സ്ഥലത്തെ ടെമ്പിളിൽ അതിൽ ഈ പുറത്തുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞത് വളരെ വളരെ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ഫിഷ് ആസ് ഫുഡ്, ലാസ്റ്റ് ടോപ്പിക്കാണ് ഫിഷ് ആസ് ഫുഡ്. ഫിഷ് എന്ന് പറഞ്ഞാൽ മീൻ ഫുഡ് ഐറ്റത്തിൽ മീനൊരു മെയിൻ ഐറ്റമാണ് ബംഗാളിൽ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ട്രഡീഷണൽ ഫുഡ് ഹാബിറ്റ്സ് വെയർ ജനറലി ബേസ്ഡ് ഓൺ ലോക്കലി അവൈലബിൾ ഐറ്റംസ് ഓഫ് ഫുഡ്. അപ്പോൾ എന്താണോ അവരുടെ സ്ഥലത്ത് കിട്ടുന്നത് അതാണ് അവരുടെ ലോക്കൽ ഫുഡ്, അവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ്. ബംഗാൾ ഈസ് എ റിവറൈൻ പ്ലെയിൻ, ഒരുപാട് റിവറുള്ള ഡെൽറ്റകളുള്ള, ഗംഗയുടെ ഡെൽറ്റകളുള്ള സ്ഥലമാണ്. വിച്ച് പ്രൊഡ്യൂസസ് പ്ലൻറ്റി ഓഫ് റൈസ് ആൻഡ് ഫിഷ്. ഒരുപാട് വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് ചോറും നെല്ലും ഫിഷും ഒക്കെയാണ് അവർ മെയിൻ കൾട്ടിവേഷൻ. അപ്പോൾ അണ്ടർസ്റ്റാൻഡബിളി
ദീസ് ടു ഐറ്റംസ് ഫിഗർ പ്രൊഡോമിനൻ്റ്ലി ഇൻ ദ മെനു ഓഫ് പുവർ ബംഗാളീസ്. പുവർ ആയിട്ടുള്ള അധികം സമ്പത്തില്ലാത്ത ബംഗാളികൾക്ക് വരെ ഈ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് മീനും ചോറുമാണ്. ഫിഷിംഗ് ഹാസ് ഓൾവേസ് ബീൻ എൻ ഇമ്പോർട്ടൻ്റ് ഓക്കുപ്പേഷൻ. മീൻ പിടിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു തൊഴിൽ. ആൻഡ് ബംഗാളി ലിറ്ററേച്ചർ കണ്ടെയ്ൻസ് സെവറൽ റെഫറൻസസ് ടു ഫിഷ്. ബംഗാളി ലിറ്ററേച്ചറിൽ ബംഗാളിലെ എഴുത്തുകളിലെല്ലാം ഒരുപാട് അതിനെക്കുറിച്ചുള്ള റെഫറൻസസ് ഉണ്ട്, ഫിഷിനെ കുറിച്ചുള്ളത്. വാട്ട് ഈസ് മോർ, ടെറക്കോട്ട പ്ലേക്സ് ഓൺ ദ വാൾസ് ഓഫ് ദ ടെമ്പിൾസ് ആൻഡ് വിഹാറാസ്, ബുദ്ധിസ്റ്റ് മൊനാസ്ട്രീസ് depict scenes of fish being dressed and taken to the market in baskets. അപ്പോൾ എന്തിനു പറയണം, ഈ ടെമ്പിളിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രീസ് ആയ വിഹാറാസ് അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ പുറത്തുള്ള ചുമരുകൾ, അതിലെല്ലാം എന്തിൻ്റെ സീനുകളുണ്ട്? ഫിഷ് ബീയിങ് ഡ്രസ്ഡ്, മീൻ നന്നാക്കുന്നതിൻ്റെ, അതുപോലെ തന്നെ ബാസ്ക്കറ്റുകളിൽ മാർക്കറ്റിലോട്ട് മീനുകൾ കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ മീൻ അവരുടെ ഭക്ഷണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലത്ത്. ബ്രാഹ്മണാസ് വെർ നോട്ട് അലൗഡ് ടു ഈറ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ബ്രാഹ്മണന്മാർക്ക് കഴിച്ചുകൂടാ. ബട്ട് ദ പോപ്പുലാരിറ്റി ഓഫ് ഫിഷ് ഇൻ ദ ലോക്കൽ ഡയറ്റിൽ ആ ബംഗാളിലെ ലോക്കൽ ഡയറ്റിലുള്ള ഫിഷിൻ്റെ പോപ്പുലാരിറ്റി മെയ്ഡ് ദ ബ്രാഹ്മണിക്കൽ അതോറിറ്റി ടു റിലാക്സ് ദ പ്രൊഹിബിഷൻ ഫോർ ബംഗാളി ബ്രാഹ്മണന്മാർക്ക് ഉള്ള അവരുടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളതിൽ കുറച്ച് റിലാക്സേഷൻ കൊടുത്തു, അവർക്ക് കഴിക്കാമെന്നാക്കി. ദി ബൃഹദ്ധർമ്മ പുരാണ 13th century സംസ്കൃത് ടെക്സ്റ്റ് ഇൻ ബംഗാളിലെ 13th centuryയിലെ ഒരു സംസ്കൃത ടെക്സ്റ്റ് പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പെർമിറ്റഡ് ദ ലോക്കൽ ബ്രാഹ്മണാസ് ടു ഈറ്റ് സർട്ടൈൻ വെറൈറ്റീസ് ഓഫ് ഫുഡ്. ഫിഷിൻ്റെ കുറച്ച് വെറൈറ്റീസ് ബ്രാഹ്മണന്മാർക്ക് കഴിക്കാമെന്ന് അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫിഷ് ബീയിങ് ഡ്രസ്ഡ്, ഫിഷ് ഒരു മീൻ നന്നാക്കുകയാണ്. ഫോർ ഡൊമസ്റ്റിക് കൺസപ്ഷൻ, വീട്ടിൽ ഭക്ഷിക്കാനായിട്ടുള്ള മീൻ റെഡിയാക്കുകയാണ്. ടെറക്കോട്ട പ്ലേഗ് ഫ്രം ദ വിശാലാക്ഷി ടെമ്പിൾ ആരംഭാഗിലെ വിശാലാക്ഷി ടെമ്പിളിലെ പുറത്തുള്ള ഒരു സീനാണിത്. ഒരു ടെറക്കോട്ട ഒരു പ്ലേഗാണ്, അതായത് ഒരു ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമേജാണിത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സ്ഥലത്തെ ഫിഷ്. ഇത് അവിടെ അവസാനിക്കുകയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ യൂറോപ്പിൽ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ഇൻ യൂറോപ്പിൽ നേഷനും സ്റ്റേറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തു വന്നു. അതെന്താണെന്ന് നോക്കാം. ടിൽ ദ 18th century വരെ പീപ്പിൾ ഇൻ യൂറോപ്പ് സോ ദംസെൽഫ് ആസ് സബ്ജക്ട്സ് ഓഫ് എൻ എംപയർ. ഒരു എംപയറിൻ്റെ സബ്ജക്ട്സ്, ഒരു എംപയറിൻ്റെ കീഴിൽ ഉള്ള ആൾക്കാർ, അങ്ങനെ യൂറോപ്യൻസ് അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. സച്ച് ആസ് ദ ഓസ്ട്രോ ഹംഗേറിയൻ എംപയറിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ചിൻ്റെ ആൾക്കാർ, സച്ച് ആസ് ദ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആൾക്കാർ, അങ്ങനെ ഓരോ എംപയറിൻ്റെയോ ചർച്ചിൻ്റെയോ ഒക്കെ കീഴിലുള്ള ആൾക്കാരായിട്ടാണ് അവിടുത്തെ ആൾക്കാർ, ജനങ്ങൾ അവരെ കണ്ടിരുന്നത്. ബട്ട് ഫ്രം ദ ലേറ്റ് 18th century അവസാനത്തോടെ പീപ്പിൾ ബിഗാൻ ടു ഐഡൻറ്റിഫൈ ദംസെൽഫ് ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ദാറ്റ് സ്പോക്ക് എ കോമൺ ലാംഗ്വേജ്. ഒരു കോമൺ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുള്ള കമ്മ്യൂണിറ്റീൻ്റെ മെമ്പറായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. സച്ച് ആസ് ഫ്രഞ്ച്. ചിലർ ഞാൻ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്, ഞാൻ ഫ്രഞ്ച് കമ്മ്യൂണിറ്റീൻ്റെ ആളാണ്. ഞാൻ ജർമ്മനാണ് സംസാരിക്കുന്നത്, ഞാൻ ജർമ്മൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ബൈ ദ ഏർലി 19th centuryൻ്റെ തുടക്കത്തിൽ ദ റുമാനിയ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ബിഗാൻ ടു ബി റിട്ടൺ ഇൻ റുമാനിയൻ റാദർ ദാൻ ഗ്രീക്ക് അല്ലാതെ റുമാനിയൻ ടെക്സ്റ്റ് ബുക്ക് റുമാനിയ ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങി. ആൻഡ് ഇൻ ഹംഗേറിയൻ വാസ് അഡോപ്റ്റഡ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഹംഗേറിയൻ ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ലാറ്റിൻ അല്ലാതെ ലാറ്റിനായിരുന്നു പണ്ട്, അപ്പോൾ ഒരു ഹംഗേറിയൻ ലാംഗ്വേജിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. ദീസ് ആൻഡ് അതർ സിമിലർ ഡെവലപ്മെൻറ്റ്, ഇതേപോലെ തന്നെ മറ്റുള്ള സിമിലർ ഡെവലപ്മെൻറ്റ്സും ക്രിയേറ്റഡ് ദ കോൺഷ്യസ്നെസ് എമോങ് ദ പീപ്പിൾ ദാറ്റ് ഈച്ച് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി വാസ് എ സെപ്പറേറ്റ് നേഷൻ. അപ്പോൾ അങ്ങനെ പല ഡെവലപ്മെൻറ്റ്സും അവരുടെ മനസ്സിൽ എന്തുണ്ടാക്കി, അത് ഓരോ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയും ഒരു സെപ്പറേറ്റ് നേഷനാണെന്ന്. അത് ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും
ഒരു പ്രത്യേക നേഷൻ, ഒരു പ്രത്യേക സ്റ്റേറ്റ് ആണെന്നുള്ളത് ഒരു ബോധം വന്നു അവർക്ക്. ഈ ഫീലിംഗ് വാസ് സ്ട്രെങ്തൻഡ് ബൈ ദ മൂവ്മെൻറ്റ്സ് ഫോർ ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ യൂണിഫിക്കേഷൻ ഇൻ ദ ലേറ്റ് 19th century. അങ്ങനെ ഇത് ഇറ്റാലിയൻസിനെ യൂണിഫൈ ചെയ്യാനും ഇറ്റാലിയൻസ് എല്ലാം കൂടി ഇറ്റലി ആവാനും ജർമ്മൻ സംസാരിക്കുന്നവരെല്ലാം ജർമ്മനിയായി മാറാനും അങ്ങനെ അതിനെല്ലാം കാരണമായി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പാഠം മൊത്തം പഠിച്ചത് ലാംഗ്വേജിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും എങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതേസമയം യൂറോപ്പിൽ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അതാണ് ഈ ഒരു ചെറിയൊരു ബോക്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.